ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വിദേശ സന്ദർശനങ്ങൾ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ തുടരാൻ സമയമില്ല എന്നും എപ്പോഴും ലോക സഞ്ചാരത്തിൽ ആണ് എന്നതുമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ മാറുന്ന ലോകക്രമത്തിൽ വിദേശ രാഷ്ട്രങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കാതലായ മാറ്റം വന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സമയത്ത് പോലും ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതും ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയതുമൊക്കെ ഇത്തരം സന്ദർശനങ്ങളുടെ കൂടി ഫലമായിട്ടാണ് എന്നതാണ് നമുക്ക് കണക്കുകളിലൂടെ അടക്കം വ്യക്തമാകുന്നത്. ഒരു പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അത് കേവലമായൊരു സഞ്ചാരം മാത്രമല്ല, അതിനപ്പുറത്ത് നിരവധിയായ കരാറുകളിൽ ഉൾപ്പെടെ ആണ് ഒപ്പുവെക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി കമ്പനികളും ആ കരാറിൻ്റെ ഭാഗമാകാറുണ്ട്. പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിന് വഴി തുറക്കുന്ന കരാറിൽ ആണ് ഏർപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇന്ത്യയുടെ മിസൈലുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധ ഉപകരണങ്ങൾ ഒരു പക്ഷേ വരും കാലങ്ങളിൽ ലോകത്തെ തന്നെ കീഴടക്കാൻ ശേഷിയുള്ളവയായി മാറുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. നമുക്കറിയാം, ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യമാണ്, ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ പ്രത്യേകതയാണ് അതിന് കാരണം. നമ്മുടെ അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ നിന്ന് ഏത് സമയവും ആക്രമണങ്ങൾ ഉണ്ടാകാം, അതിർത്തി കടന്നുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകാം. അതിനെയൊക്കെ ചെറുക്കുന്നതിന് മികച്ച സൈനിക ശേഷി എന്നത് ഇന്ത്യയുടെ അനിവാര്യതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അത്യാധുനിക യുദ്ധ ഉപകരണങ്ങൾ കാലാകാലങ്ങളായി ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ഇന്ത്യ മാറ്റിവെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ തദ്ദേശീയമായി യുദ്ധോപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നത് മാത്രവുമല്ല, ഇപ്പോഴിതാ കോടിക്കണക്കിന് രൂപയുടെ യുദ്ധ ഉപകരണങ്ങൾ ഇന്ത്യ വിൽക്കുക കൂടിയാണ്, കയറ്റുമതി ചെയ്യുക കൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു ഡീൽ ആണ് ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഇതാ ബ്രഹ്മോസ്, അസ്ത്ര എന്നിങ്ങനെയുള്ള 2 മിസൈലുകൾ സ്വന്തമാക്കാനുള്ള കരാറിൽ ആണ് ഇന്ത്യയുമായി ഇന്തോനേഷ്യ ഏർപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിൽ ആണ് ഇത് സംബന്ധിച്ച ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ചരിത്ര കരാറായി മാറുന്നത്? ഏതാണ്ട് $30 മില്യൺ കരാറിൽ ആണ് ഇന്തോനേഷ്യ ഒപ്പുവെച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 8,000 മുതൽ 10,000 കോടി രൂപ വരെ അതിന് മൂല്യമുണ്ട് എന്നതാണ്. അതിൽ തന്നെ ഇന്ത്യ ഈ യുദ്ധസാമഗ്രികൾ കയറ്റുമതി ചെയ്യുക അല്ലെങ്കിൽ മിസൈലുകൾ നൽകുക എന്നത് മാത്രവുമല്ല, ഇന്ത്യയുടെ യുദ്ധ ടെക്നോളജി, മിസൈൽ ടെക്നോളജി അടക്കം ഇന്തോനേഷ്യയുമായി പങ്കുവയ്ക്കും. ഇന്തോനേഷ്യയിൽ തന്നെ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യൻ ടെക്നീഷ്യന്മാർ ഒരുക്കി നൽകും. ഇതെല്ലാം ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു കരാറിൽ ആണ് ഏർപ്പെട്ടത് എന്നതിൻ്റെ വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 2 മിസൈലുകൾ ആണ് ഉള്ളത്. അതിൽ ഒന്ന് ബ്രഹ്മോസ് എന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും ശക്തിയേറിയ മിസൈലുകളുടെ പട്ടികയിൽ വരുന്ന ബ്രഹ്മോസ് എന്നത് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു സാങ്കേതിക സംവിധാനം അല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ഈ ബ്രഹ്മോസ് എന്നത്. അത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ചിട്ടുള്ള, ഇരു രാജ്യങ്ങളുടെയും ടെക്നോളജിയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിസൈൽ ആണ് എന്നതാണ്. ഇപ്പോഴത്തെ ഉടമ്പടി പ്രകാരം ബ്രഹ്മോസും ഇന്തോനേഷ്യയ്ക്ക് നൽകും. പക്ഷേ അത് ഇന്ത്യക്ക് മാത്രം എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം ഈ ബ്രഹ്മോസ് എന്ന പേര് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയും റഷ്യയുടെ മോസ്കോസ് എന്ന നദിയുടെയും പേരുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ബ്രഹ്മോസ് എന്ന പേര് പോലും ഇട്ടത് ഈ മിസൈലിന് എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു മിസൈൽ കൂടി ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് കൈമാറുന്നുണ്ട്. അതിൽ തീർച്ചയായും ഇന്ത്യക്ക് ശിരസുയർത്തി നിൽക്കാം, അഭിമാനത്തോടെ പറയാം, അത് ഇന്ത്യയുടെ സ്വന്തം മിസൈൽ തന്നെയാണ്. കാരണം അസ്ത്ര എന്ന ഈ മിസൈൽ കണ്ടെത്തിയതും വികസിപ്പിച്ചതും നിർമ്മിക്കുന്നതും എല്ലാം ഇന്ത്യ തദ്ദേശീയമായാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വികസിപ്പിച്ചിട്ടുള്ള മിസൈൽ ആണ് ഇന്തോനേഷ്യയ്ക്ക് ഇന്ത്യ കൈമാറാൻ പോകുന്നത്. ഇന്ത്യയുടെ യുദ്ധോപകരണ നിരീക്ഷണ പരീക്ഷണ രംഗങ്ങളിലെ മികവ് പുലർത്തുന്ന DRDO തന്നെയാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഈ മിസൈലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ DRDOയുടെ സാങ്കേതികത്വവും
ഭാരത് ഡൈനാമിക് ലിമിറ്റഡിന്റെ നിർമ്മാണവും ഒത്തുചേരുന്ന ഈ മിസൈലുകൾ ആണ് വരും കാലങ്ങളിൽ ഇന്തോനേഷ്യക്ക് ഇന്ത്യ നൽകാൻ പോകുന്നത് എന്നതാണ്. എന്താണ് ഈ മിസൈലിന്റെ സാധ്യത, എന്തുകൊണ്ടാണ് ഈ കരാർ പ്രധാനപ്പെട്ടതാകുന്നത് എന്നതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് ഇത് വായുവിൽ നിന്ന് വായുവിലേക്ക് തന്നെ തൊടുക്കാൻ ശേഷിയുള്ള മിസൈൽ ആണ് എന്നതാണ്. മിസൈലുകൾ പലതരത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന്, അതായത് കര പ്രദേശത്ത് നിന്ന് തൊടുക്കുന്ന മിസൈലുകൾ ഉണ്ട്. എന്നാൽ ഇത് അങ്ങനെ ഒരു മിസൈൽ അല്ല. വായുവിൽ നിന്ന് വായുവിലേക്ക് തന്നെ വിക്ഷേപിക്കാൻ സാധിക്കുന്ന മിസൈൽ ഗണത്തിൽപ്പെടുന്നതാണ് അസ്ത്ര എന്നത്. ഒപ്പം ഈ മിസൈലിന്റെ വേഗതയാണ് മറ്റൊരു പ്രത്യേകത. ശബ്ദത്തെക്കാൾ 4.5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈൽ ആണ് അസ്ത്രഗണത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ഒപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 20 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ, ടാർഗറ്റുകളെ തകർക്കുവാൻ ശേഷിയുള്ള മിസൈലുകൾ ആണ് അസ്ത്രഗണത്തിൽ വരുന്നത്. ഉയരങ്ങളിൽ ഉള്ള ലക്ഷ്യങ്ങൾ, അതായത് പല രാജ്യങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമുക്കറിയാം. ഉയർന്ന പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. ഇവിടെ ഉയർന്ന പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ ഏറ്റവും ഉചിതമായ മിസൈൽ ആണ് അസ്ത്ര എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, പലപ്പോഴും നമ്മൾ ഈ റഡാർ സംവിധാനങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷ സമയത്തൊക്കെ അയൺ ഡോമുകളെ കുറിച്ച് നമ്മൾ കേട്ടുകഴിഞ്ഞു. അതായത് ഈ പ്രതിരോധ കോട്ട തീർക്കുവാൻ പല രാജ്യങ്ങൾക്കും സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. ഒപ്പം ഈ മിസൈലുകളെ നിരീക്ഷിക്കുന്ന റഡാർ സംവിധാനങ്ങളുണ്ട്. അത് ഓരോ രാജ്യത്തിനും അവരുടെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള കപ്പാസിറ്റി കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. എന്നാൽ അസ്ത്രയുടെ പ്രത്യേകത എന്നത് പലപ്പോഴും ശത്രു രാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ഈ അസ്ത്ര ശ്രേണിയിൽപ്പെടുന്ന മിസൈലുകൾക്ക് ശേഷിയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മിസൈലിന് കൂടുതൽ വിപണന സാധ്യത ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇലക്ട്രോണിക് ജാമുകൾ. ഈ ജാമിംഗ് സംവിധാനത്തെ അടക്കം മറികടന്നുകൊണ്ട് എവിടേക്കാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്തിപ്പെടാൻ ശേഷിയുണ്ട് അസ്ത്ര മിസൈലുകൾക്ക് എന്നുള്ളതാണ്. മറ്റൊന്ന്, 80 മുതൽ 110 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധി എന്നുള്ളതാണ്. അതായത് കരയുദ്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾക്ക് അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഏതാണ്ട് 80-110 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ വായുവിൽ നിന്നുകൊണ്ട്, അതായത് ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മിസൈലുകളെ ഉപയോഗിക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, DRDO ഇതുമായി ബന്ധപ്പെട്ട പുതിയ പതിപ്പിന്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂരപരിധി എന്നത് അടുത്ത ശ്രേണിയിലേക്ക് എത്തുമ്പോൾ അത് 160 കിലോമീറ്റർ വരെയാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള സാധ്യതകൾ ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒന്ന് എന്നത് ഈ മിസൈൽ ഘടിപ്പിക്കുന്ന വിമാനങ്ങളുടെ പട്ടിക. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ സൈനിക കരുത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ, ആ വിമാനങ്ങളിൽ എടുത്തു പറയേണ്ടത് സുഖോയ് Su-30 കാറ്റഗറിയിൽപ്പെടുന്ന വിമാനങ്ങൾ, Su-27 യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളാണ്. ഇത് റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങളിൽ അനായാസമായി ഘടിപ്പിക്കാൻ സാധിക്കുന്ന മിസൈലുകൾ ആണ് ഈ അസ്ത്ര വിഭാഗത്തിൽ വരുന്നത്. അസ്ത്ര മിസൈലുകൾ ഈ വിമാനങ്ങളിൽ ഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെയോ ഭാഗമായി സുഖോയും Su വിമാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഘടിപ്പിച്ചുകൊണ്ട് അനായാസം ആക്രമണം നടത്താൻ ഈ മിസൈലുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ്. മറ്റൊന്നുകൂടി എടുത്തു പറയേണ്ടത്, ഫ്രാൻസിൽ നിർമ്മിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ, ഇന്ത്യയുടെ തന്നെ സൈനിക കരുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റഫാൽ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യ ഇനിയും റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യും ഫ്രാൻസിൽ നിന്ന്. ഇപ്പോൾ തന്നെ ഇന്ത്യ ഫ്രാൻസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം, ഈ അസ്ത്ര എന്ന മിസൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഇനി നൽകാൻ പോകുന്ന റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. റഫാൽ യുദ്ധവിമാനങ്ങളും പല രാജ്യങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അസ്ത്ര മിസൈലുകൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ റഫാലിൽ മാറ്റം വരുത്തിക്കൊണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളിൽ അടക്കം അസ്ത്ര എന്ന മിസൈലുകൾ ഘടിപ്പിക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇന്തോനേഷ്യയുമായാണ് ഇന്ത്യ ധാരണയിൽ എത്തിയിട്ടുള്ളത്. വിയറ്റ്നാം, മലേഷ്യ, ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സുഖോയ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈജിപ്റ്റ്, ഖത്തർ, ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങൾ മറ്റ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ യുദ്ധവിമാനങ്ങളിൽ അടക്കം അസ്ത്ര ഘടിപ്പിക്കാം എന്നതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളിലേക്ക് കൂടി കരാർ വ്യാപിപ്പിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇന്തോനേഷ്യയുമായി ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന കരാർ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ടെക്നോളജിക്ക്
യുദ്ധ ടെക്നോളജിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു. ഇന്ത്യൻ മിസൈലുകൾ മറ്റു രാജ്യങ്ങൾ പർച്ചേസ് ചെയ്യുവാനുള്ള സാധ്യതയെയാണ് ചൈന മുന്നിൽ കാണുന്നത്. അങ്ങനെയുള്ള ഭയം ചൈനയ്ക്ക് ഇപ്പോൾ തന്നെയുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്ന്, ഈ യുദ്ധ സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും തമ്മിലുള്ള യുദ്ധം തുടരുമ്പോൾ ലോകത്ത് ഒന്നാകെ ഉയർന്നു വരുന്ന ഒരു വിമർശനം, അമേരിക്കയുടെ സാമ്പത്തിക ശേഷി അത് വലിയ തോതിൽ ബാധിക്കുന്നു. കാരണം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യുദ്ധ സാമഗ്രികൾക്ക് കോടിക്കണക്കിന് രൂപയാണ് വില വരുന്നത്. ഒരു മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അമേരിക്കയ്ക്കുണ്ടാകുന്ന നഷ്ടം കോടിക്കണക്കിന് രൂപയാണ് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര എന്ന ഈ മിസൈലിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം 8 കോടിയോളം രൂപയാണ്. അതായത് ഒരു മിസൈൽ നിർമ്മിക്കുന്നതിന് 7 മുതൽ 8 കോടി രൂപ വരെയാണ് ഇന്ത്യൻ കറൻസി ചെലവാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, ഈ 8 കോടി രൂപ എന്നത് മറ്റ് യുദ്ധ സാമഗ്രികൾ, പ്രത്യേകിച്ച് മിസൈലുകളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിർമ്മാണ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചെലവാണ് 8 കോടി രൂപ എന്നതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ മിസൈലുകൾ നിർമ്മിക്കാനും അത് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ വിൽക്കുവാനുമുള്ള സാധ്യതകൾ ആണ് ഇന്ത്യക്ക് മുന്നിൽ തെളിയുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം മറ്റു ചില കണക്കുകൾ കൂടി ഇന്ത്യ പങ്കുവെക്കുമ്പോൾ, ഔദ്യോഗികമായി തന്നെ പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ യുദ്ധസാമഗ്രികളുടെ നിർമ്മാണത്തിൽ, വിപണനത്തിൽ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുദ്ധസാമഗ്രികളുടെ, സൈനിക സാമഗ്രികളുടെ വർധനവ് എന്നത് 12 മടങ്ങാണ്. ശ്രദ്ധിക്കുക, 12% മറിച്ച് 12 മടങ്ങാണിത് വർദ്ധിച്ചിട്ടുള്ളത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ 1941 കോടി രൂപയുടെ മാത്രം കയറ്റുമതിയാണ് ഇന്ത്യയിൽ നടന്നിരുന്നത്. സാങ്കേതികത്വം, ടെക്നോളജി, അതോടൊപ്പം തന്നെ യുദ്ധസാമഗ്രികൾ, നിർമ്മാണ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള ആകെ കയറ്റുമതി എന്ന് പറയുന്നത് 1941 കോടി എന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ അത് 23,622 കോടി എന്ന നിലയിലേക്ക് കുത്തനെ ഉയർന്നു എന്നുള്ളതാണ്. അതാണ് സൂചിപ്പിച്ചത് 12 മടങ്ങിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 2028-29 സാമ്പത്തിക വർഷം 23 കോടി എന്നതിൻ്റെ വിൽപ്പന 50 കോടിയായി, 50,000 കോടിയായി ഉയർത്തുക. അത്രയും മൂല്യമുള്ള ബിസിനസ് ആണ് ഇന്ത്യ യുദ്ധസാമഗ്രികളുടെ രംഗത്ത് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഏറ്റവും അധികം യുദ്ധസാമഗ്രികൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ആയ ഇന്ത്യ ഏറ്റവും അധികം യുദ്ധസാമഗ്രികൾ കയറ്റുമതി ചെയ്യാൻ പോകുന്ന രാജ്യമായി മാറുന്നു. അത്തരം കരാറുകൾ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ പലപ്പോഴും ഒപ്പുവെക്കുന്നത്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കൂടുതൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സൈനിക ശേഷിക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ്. ഒരുപക്ഷെ ശത്രു രാജ്യങ്ങൾ പോലും ആശങ്കപ്പെടുകയോ ഇന്ത്യയെ തൊടാൻ ഭയപ്പെടുകയോ ചെയ്യുന്ന തരത്തിലുള്ള വളർച്ചയാണിപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.